ഹായ് കൂട്ടുകാരെ, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ എൻ്റെ ഡോക്ടർ മോൻക്ക് ഞാനൊരു ബൊക്ക കൊടുക്കട്ടെ കേട്ടോ. എന്നാ വരി. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ഡോക്ടേഴ്സ് ഡേക്ക് എൻ്റെ പൊന്നുമോന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഡോക്ടേഴ്സിനും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. എൻ്റെ മോന് നാടിന് ഉപകാരമുള്ള, നാടിനും വീടിനും കുടുംബത്തിനും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു ഡോക്ടർ ആവട്ടെ എന്ന് ഈ ദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഡേ ആയതുകൊണ്ട് എൻ്റെ ഡോക്ടർ മോനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം പിന്നെ എങ്ങനെയാണ് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഡോക്ടർ ആകുന്നത് വരെയുള്ള എഫേർട്ട്, അതിൻ്റെ പിന്നിൽ നടന്ന ഓരോ ഘട്ടങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. കുറേ പേർക്ക് താല്പര്യം ഉണ്ടാവും മക്കളെ ഡോക്ടർ ആക്കണമെന്നൊക്കെ. എനിക്കുണ്ടായിരുന്നു, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ തുടക്കം മുതൽ ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ മോന് ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടം വരെ എത്തിയാച്ച് എക്സാമാണ് ഓഗസ്റ്റ് 3-ന്. അപ്പോൾ ഓഗസ്റ്റ് 3 സെപ്റ്റംബർ 13 വരെ ഉണ്ടോ? എക്സാം. അത് കഴിഞ്ഞാൽ ഒരു ഓർത്തോ ഡോക്ടറായിട്ട് അൽഹംദുലില്ലാ എൻ്റെ മോൻ മാറും. അന്നേരമാണ് കഴിയുന്നില്ലേ. ആകെ ഇനി ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഠനം തന്നെ ഒരു MD ആയി മാറണമെങ്കിൽ ഒരു ഡോക്ടറെ പ്രായം തന്നെ 30 വരെ എത്തും അല്ലേ. LKG തൊട്ട് പഠനം തുടങ്ങി, 4.5 വയസ്സിൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ വിദ്യാർത്ഥിയാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് PSC ഒക്കെ കിട്ടി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഗസറ്റ് ഓഫീസറൊക്കെയാണ് അൽഹംദുലില്ലാ. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് തന്നെ പഠിക്കാണ്ടി വന്നില്ലേ. അങ്ങനെ LKG തൊട്ടുള്ള പറഞ്ഞു തരാം കേട്ടോ. LKG പഠിച്ചത് മാനന്തവാടി MGM LKG പഠിച്ചു. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു സ്ഥാപനം വന്നപ്പം ദൂരെ ആയതുകൊണ്ട് മാനന്തവാടി അടുത്തേക്ക് മാറ്റി. UKG മുതൽ 6ാം ക്ലാസ് വരെ, 8ാം ക്ലാസ് വരെ 4 മൈൽ MEM ഹയർ സെക്കൻഡറി ആ ബാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പഠിച്ചു. അങ്ങനെ അവിടെ ഉള്ളത് പിന്നെ കേരള സിലബസ് അല്ല, CBSE ആയതുകൊണ്ട് പിന്നെ കേരള സിലബസിലേക്ക് മാറ്റട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പാസ്സായി. CBSE ആയിരുന്നു. 9ാം ക്ലാസ്സിൽ ഞങ്ങൾ MGM ഹയർ സെക്കൻഡറി സ്കൂൾ മാനന്തവാടി ആ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അപ്പം ഏട്ടനെ ചേർക്കുമ്പോൾ എന്താ ചെറിയ മോനും ആ സ്കൂളിൽ തന്നെ ചേർത്താന്ന് വിചാരിച്ച് ചെറിയ മോനെയും 6ാം ക്ലാസ്സിൽ അവിടെ കൊണ്ടുപോയി ചേർത്ത്, ചെറിയ മോനെ. അപ്പം അങ്ങനെ 9ഉം 10ഉം പഠിച്ചത് MGM ഹയർ സെക്കൻഡറി സ്കൂള് മാനന്തവാടി. പിന്നെ UKG തൊട്ട് 8ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്ന സ്റ്റുഡൻറ്റിൻ്റെ എണ്ണം 10 ഉണ്ടോ? 12 പേരാണ് ഞങ്ങളെ ബാച്ച് 8ാം ക്ലാസ്. പക്ഷേ അതുകൊണ്ട് കുറഞ്ഞ കുട്ടികൾ നല്ല ശ്രദ്ധയിലൂടെ നല്ല രീതിയിൽ പഠിച്ചു പോയിരുന്നു. പിന്നെ ഞങ്ങൾ കേരള സിലബസിലേക്ക് വേണം മത്സരത്തിന് പങ്കെടുക്കാനൊക്കെ ഒരു താല്പര്യം വന്ന്, അങ്ങനെയാണ് കേരള സിലബസിലാണല്ലോ പരിചയപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ കേരള സിലബസ് പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. എന്നാലേ ഗ്രേസ് മാർക്കല്ല നമ്മൾ ചിന്തിച്ച പരിപാടിക്ക് പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞാൽ മറ്റേ നീറ്റിനൊക്കെ കേരള എഞ്ചിനീയറിങ്ങിനൊക്കെ 50% പിന്നെ +2 മാർക്കൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു സർക്കാർ ഇതിലോട്ട് മാറാന്നുള്ളത്. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ പഠിച്ചു. കോലിക്കളിക്ക് പങ്കെടുത്തു, 9നും പങ്കെടുത്തു, 10നും ഒക്കെ ഫസ്റ്റിൽ സംസ്ഥാനം വരെ പങ്കെടുത്തു. ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടെ പാസ്സായി. അങ്ങനെ ആ ഫുൾ A+ കഴിഞ്ഞ് അടുത്തത് ഞങ്ങൾ +1 +2 പഠിച്ചത് മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മാനന്തവാടി കോൽക്കളി കളിച്ച് ഒരു സാറ് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. 30 മാർക്കിന് വേണ്ടി 300 മാർക്ക് കളഞ്ഞത്. അതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ശരിയാ, ഞാൻ അന്ന് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഇതിനെക്കാളും
ശരിയാ. കോലിക്കളിന്റെ +2 എന്നല്ല മറുപടി വന്ന്. +2 മറുപടി വന്ന്. അല്ലല്ല 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങള് പിന്നെ 10ാം ക്ലാസ് അല്ലേ ഇനി കളിയൊന്നും വേണ്ടെന്ന് നിർത്തിയപ്പോൾ അധ്യാപകർക്കാണെങ്കിൽ മോനെ എന്തായാലും ചേർത്തണം തന്നെ. അവർക്ക് താല്പര്യമുള്ള മോന് കളിക്കാൻ കഴിവുണ്ടായിട്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ മറുപടി കൊടുത്തു, ഒരു 30 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിന് 300 മാർക്ക് ഇപ്പുറം പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തലാക്കി മാറ്റി നിർത്തി വേണ്ടെന്നൊക്കെ വെച്ച്. പിന്നെ സങ്കടം കണ്ടിട്ട് അധ്യാപകർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ മോൻ്റെ സങ്കടം കണ്ടിട്ട് ചോദിക്കുകയാണ്, മോനെ ഞങ്ങൾ ഇതിലൊന്ന് എടുത്തോട്ടെ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്നാ പിന്നെ ആവട്ടെ, അങ്ങനെ ചേർത്ത് വീണ്ടും 10ാം ക്ലാസ്സിൽ കോലിക്കളിക്ക് പങ്കെടുത്ത്. ആ വർഷം ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ 2ാം സ്ഥാനമുണ്ട്. 2ാം സ്ഥാനമുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിൽ പിന്നെ ഞാൻ മോനായിട്ട് പറയുന്നതല്ല, അത്യാവശ്യം പഠിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിലൊക്കെ കിട്ടിയിരുന്നു, ആ നിലയിലൊക്കെ ഉള്ള മോനാണ്. അങ്ങനെ അവിടെ 10 ഫുൾ A+, പിന്നെ +1 +2 മാനന്തവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർത്ത്. ആ സമയത്ത് സ്കൂൾ ഉയർന്നു വരുന്ന സമയം. ആ സ്കൂൾ സ്ഥാപനം മാനന്തവാടി സ്കൂൾ GVHS മാനന്തവാടി എന്നാ പറയാ. അപ്പോൾ എൻ്റെ അടുത്തുള്ള മാനന്തവാടി ടൗണിൻ്റെ അടുത്തായിട്ടുള്ള അവിടെയാണ് +1 പോയത്. അവിടെ ഫുൾ A+ ഉണ്ടായിട്ടും നീ 33ാമത്തെ നമ്പർ ഇട്ടിരുന്നു. അത്രയായിരുന്നു. 120 സീറ്റിൽ 33ാം സീറ്റ് നമ്പറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ മറ്റേ കലയും പഠിത്തവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അവിടെ തെരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് അതിലൊരു സാറുണ്ടായിരുന്നു, ഒരു ബിജു സാർ. പിന്നെ അവിടുത്തെ ലോകോത്തര നിലവാരത്തിലുള്ള 2-3 ടീച്ചർമാർ എനിക്കുണ്ടായിരുന്നു. മാത്സിന് ഒരു രവീന്ദ്ര മാഷ്, കെമിസ്ട്രിക്ക് ബിജു സാർ, കെമിസ്ട്രി മാത്സിന് രവീന്ദ്ര മാഷാണ് എനിക്ക് കുറച്ചുകൂടി. ടീച്ചറും മോശമില്ല, പക്ഷെ രവീന്ദ്ര മാഷായിരുന്നു നല്ലത്. പിന്നെ ബിജു മാഷ് ഉണ്ടായിരുന്നു, ബിന്നി സാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കലയും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെ +1 കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടി. +1 മാർക്ക് കിട്ടി. +2 എത്തുമ്പോഴും നല്ല മാർക്ക്, എന്നാലും ഫുൾ A+, 97% ഇരുന്നു അന്ന്. 98% +2 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മീറ്റിങ്ങിനൊന്നും പങ്കെടുക്കാറില്ല. കാരണം എന്താണ്, പഠിപ്പിച്ച അധ്യാപകരോടൊക്കെ ഭയങ്കര കണക്ഷനാണ് ഫോണിലൂടെ. കാരണം എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് സ്കൂളിൽ പോകണം. എൻ്റെ മക്കളെ ഞാൻ യൂണിഫോം ഇട്ട് പോകുന്നത് ഞാൻ കാണാറില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് നേരത്തെ ഇറങ്ങുന്ന ആളാണ്. ഹസ്ബൻഡാണ് ലാസ്റ്റ് ഇറങ്ങുന്ന ആൾ. മക്കൾ രണ്ടും അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട് തന്നെ ഞാൻ കണ്ടത്. അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോയി ഒരു ദിവസം, എങ്ങനെയെങ്കിലും പോകണമല്ലോ. അങ്ങനെ പോയപ്പോൾ അവിടുന്ന് സാർ എന്നോട് പറഞ്ഞ്, മോനെ എന്തായാലും എൻട്രൻസിന് വിടണം, മെഡിക്കൽ എൻട്രൻസിന് മോൻ എന്തായാലും 1000ൻ്റെ ഉള്ളിൽ വരൂ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കും വേണം. ബിജു സാറ് എൻ്റെ മുന്നിന്നല്ലേ നമ്മൾ രണ്ടാളോട് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മെഡിക്കൽ അതൊരു ഡോക്ടർ ആക്കണം എന്നുള്ള തോന്നൽ തുടക്കം വന്നത്. അതുവരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടീച്ചർ ആവാൻ പോവാന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതെ, ഈ 2 ഓപ്ഷനാണ് മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ നമ്മൾ +2 വരെ നമ്മൾ എന്താക്കിയിട്ടില്ല, ഈ കോച്ചിങ്ങിന് പോയിട്ടില്ല. നമ്മൾ പ്ലാനില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ മോനെ പ്രസവിച്ചതൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അപ്പം ഞാൻ 2 ആഴ്ച മുമ്പേ എന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ വയറക്കൂടി കണ്ട് അവർ വിചാരിച്ച് ഇപ്പം പ്രസവിക്കുന്നത്. അങ്ങനെ എന്നെ അഡ്മിറ്റ് ആക്കിയിരുന്നു. അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ ഇങ്ങനെ പഠിക്കുന്ന മക്കൾ വരുമല്ലോ, MBBS പഠിക്കുന്ന മക്കൾ. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. മോൻ അതിൻ്റെ ശേഷം അന്നേരം അങ്ങനെ വരുമ്പോൾ എനിക്കൊരു താല്പര്യം, എൻ്റെ മോനെ എന്താ ഒരു ഡോക്ടറാക്കണമെന്ന് എനിക്കൊരു ഭയങ്കര ഒരു താല്പര്യം ഉള്ളിലിങ്ങനെ വന്ന്. ആണായാലും ശരി, പ്രസവിച്ചില്ല അതിന് മുമ്പ്, ആണായാലും ശരി പെണ്ണായാലും ശരി, ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ ഞാൻ ഭാവി ഡോക്ടറാക്കണം, എന്തോ ആ ആഗ്രഹവും അധ്യാപകർ ഞങ്ങളോട് പറഞ്ഞതും എല്ലാം കൂടെ ഒത്ത് അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ മോനൊരു ഓർത്തോ MD ഡോക്ടറാവാൻ പോവുക. അതാ ആ സാറുമാർന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഫലിക്കൂ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ 1000ൻ്റെ ഉള്ളിൽ നമ്പർ വരുന്ന പറയും. നമ്പർ 401 കേരള പാല +2 കഴിഞ്ഞ് ഒരു വർഷം പാല മുത്തോലി റിപ്പീറ്റ് ചെയ്യാൻ പോയി. ആ വർഷം കുഴപ്പമില്ലാത്ത റാങ്ക്, നല്ല റാങ്ക്. കേരള റാങ്ക് 401, ഓൾ ഇന്ത്യ റാങ്ക് 900. എന്തായാലും 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലും കിട്ടി, അഡ്മിഷൻ കിട്ടി. MBBS കേന്ദ്രത്തിലും കിട്ടി. കേന്ദ്രത്തിൽ മൈസൂർ,
മൈസൂര് ഒക്കെ ഒരാൾക്കാ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുത്തുന്ന പിന്നെ കേരളം തന്നെ മതി. അതെ, കേരളം മതി. പിന്നെ കോഴിക്കോട്, തിരുവനന്തപുരമായിരുന്നു നമുക്ക് ഓപ്ഷൻസ്. നല്ലതെന്ന് പറഞ്ഞ എല്ലാവരും. പിന്നെ അധ്യാപകർ പറഞ്ഞു ചെയ്തല്ലോ +2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നല്ലത് എന്നുള്ളത്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 94 ബാച്ചല്ലേ? 2014 ബാച്ച്. 2014 ബാച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഞങ്ങൾ രണ്ടാളും പോയി ജോയിൻ ചെയ്ത് അല്ലേ. അങ്ങനെ അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കൊറോണ ഇങ്ങോട്ട് വന്നത് അല്ലേ? കഴിഞ്ഞിട്ടുണ്ട്. 2019 പാസ്സായി, 20 കമ്പൽസറി ആയിട്ടുള്ള ഒബ്സർവൻസ് ചെയ്യുമ്പോൾ 3 ദിവസം കൂടി ഇറങ്ങാൻ ബാക്കിയുള്ളൂ. അപ്പോഴാണ് കൊറോണ വന്ന് ഞങ്ങളെ നിർബന്ധിത 4 മാസം പോസ്റ്റിങ്ങിലോട്ടേക്ക് പറഞ്ഞയച്ചു. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കതിൽ അഭിമാനം ഉണ്ടായത്. കാരണം എന്താ പറയുക, നമ്മൾ പ്രസവിച്ച് വളർത്തി ഡോക്ടറായ ഒരു കുട്ടി നാട്ടിൽ കൊറോണ വന്ന് ഇങ്ങനെ ഭീതിയിൽ നിൽക്കുന്ന സമയത്ത് അവരെ പരിശോധിക്കുക, അവരെ ശുശ്രൂഷിക്കാൻ എൻ്റെ മോൻ ഉണ്ടായല്ലോ എന്നുള്ള എനിക്കൊരു അഭിമാനമായിരുന്നു കേട്ടോ. ഉള്ളിൽ ചെറിയൊരു പേടി, കൊറോണ പകരും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടെങ്കിലും കൂടി കൂടുതൽ മുൻതൂക്കം ഒരു അഭിമാനമായിരുന്നു. അങ്ങനെ എന്തോ അൽഹംദുലില്ലാ കൊറോണ വന്നിട്ടില്ല. വന്നാലും അറിഞ്ഞില്ല എന്ന് പറയാം. എന്താ അറിയില്ല. പിന്നെ കൊറോണയ്ക്ക് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ വിട്ടു തന്നിനി എനിക്ക്. ആ ഡ്രസ്സിന് PP കിറ്റ് ഇത് ചന്ദ്രനിൽ പോകുന്ന എന്തൊക്കെയോ ഒരു മൊത്തം കണ്ണ് വരെ നമ്മൾ കാണൂല അല്ലേ? അവര് ഇങ്ങനെ അറിയട്ടെ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. എൻ്റെ അമ്മൂ എൻ്റെ കുട്ടിയാണല്ലോ. ഈ കൊറോണ അങ്ങോട്ട് പരന്ന് മൊത്തം അടച്ചു പൂട്ടിയല്ലോ, നാട് മൊത്തം അടച്ചു പൂട്ടിയത് കൊണ്ട് ഇവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ശുശ്രൂഷ അവിടുത്തെ പരിശോധന എല്ലാം കഴിഞ്ഞിട്ടു കോഴ്സ് കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരു കുട്ടികൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകാരെ ഒരു ബസ് വിട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, ഞങ്ങൾ ബാച്ചുകാരിലെ ആൾക്കാരെല്ലാം കൂടി മുൻകൈ എടുത്ത് ഞങ്ങളൊരു ബസ് വാടക എടുത്തിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് എല്ലാവരും കൂടി കോഴിക്കോടേക്ക് എന്നിട്ട് ഞങ്ങൾ കാറെടുത്തിട്ട് അന്ന് കലക്ടറോട് സമ്മതം വാങ്ങണം ജില്ല വിട്ടു പോകണമെങ്കിൽ ഉണ്ട്. എന്നിട്ട് കലക്ടറുണ്ട് എൻ്റെ മോനെ ഇത്രയും കാലം കൊറോണനെ പരിശോധിച്ച് നടക്കുന്ന ആ മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാൾക്കേ സമ്മതം കിട്ടുള്ളൂ. എനിക്ക് കിട്ടിയില്ല. എന്തോ ഞാനും പോയി കുറച്ച് ചീത്തയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് കേട്ടിരിക്കണം. കാരണം ഞാൻ പോകാൻ പാടില്ലായിരുന്നു. എനിക്കെന്തോ പോകണം തന്നെ എൻ്റെ മോനെ കൂട്ടാൻ. അങ്ങനെ ഞങ്ങൾ അന്നേരമൊക്കെ ചുരത്തിൻ്റെ അവിടെ ഭയങ്കര പോലീസുകാരും പരിശോധനയേനും. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഇവിടെ വന്നിട്ടാണ് എന്നെ കൂട്ടി കൊണ്ടുവന്ന്. അങ്ങനെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് പഠന സമയത്ത് ഉണ്ടായത്. അങ്ങനെ പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മക്കളെ ഡോക്ടറാക്കുന്ന ഒരു മക്കളെക്കാളും വേദന അനുഭവിക്കുന്നത് മാനസിക സമ്മർദ്ദം, എന്തായാലും പേര് പറയേണ്ടത് എനിക്കറിയില്ല, രക്ഷിതാക്കളാണ്. 10 മാസം ഇവിടെ പറഞ്ഞയച്ച് പാലയിൽ പോയി പഠിപ്പിച്ച് ആ ഒരു 10 മാസം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ എന്താ അറിയോ, നല്ല മിടുക്കനായ ചെക്കന്മാരാണെങ്കിൽ കൊണ്ടുപോയി ആക്കുന്നത്. ഇപ്പം ആഴ്ചയിൽ എക്സാം ഇട്ടിട്ട് റാങ്ക് തൂക്കും. നേരിട്ട് ഞങ്ങളെ മെസ്സേജ് ഞങ്ങളെ മൊബൈലിൽ വരും. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നോക്കുന്ന റാങ്ക് എത്ര. അങ്ങനെ നല്ല റാങ്ക് വന്ന എൻ്റെ മോന് ഒരു ജനുവരിക്ക് ആകുമ്പോൾ റാങ്ക് അതാ പോകുന്നു 2000 ആയി. എന്നിട്ട് ഞാൻ തകർന്ന് തരിപ്പണ. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് അന്ന് എനിക്കൊരു ബുദ്ധിമോശം വന്ന് ഞാൻ വിചാരിക്കട്ടോ, അന്ന് ഒരിക്കലും ഒരു രക്ഷിതാവും ചെയ്യാൻ പാടില്ല. ഇന്ന് ഞാൻ പറയുന്നത് ആ നമ്പർ റാങ്ക് ഇങ്ങോട്ട് കണ്ടോടുകൂടി ഞാൻ സമനില തെറ്റിയിട്ടോ. കാരണം എന്താണെന്നറിയോ, മോൻ മിടുക്കനായ ചെക്കന് മറ്റുള്ള കുട്ടികളെ കൂട്ടത്തിൽ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ കൂടെ +2 പഠിച്ചവരൊക്കെ ഡിഗ്രി 2nd ഇയർ ആകുമ്പോൾ ഇത് കിട്ടാതെ എൻ്റെ മോൻ 1st ഇയറിൽ പോവേണ്ടി വരില്ല. അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത വന്ന്. എന്നിട്ട് ഫോൺ ചെയ്തോ ഞാൻ പൊട്ടിക്കരഞ്ഞ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, എൻ്റെ മോനെന്തോ പിടിച്ച് നിന്നല്ലോ എൻ്റെ ആ കരച്ചിലിൻ്റെ മുന്നിൽ. അങ്ങനെ മക്കൾ ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, രക്ഷിതാക്കളെ പേടിച്ചിട്ട്. ഞാനിപ്പം അങ്ങനെ ചിന്തിക്കുക, അതൊക്കെ തരണം ചെയ്ത് അവിടെ എത്തി. അങ്ങനെ ആ ആഴ്ച അത്രക്ക് മോശം റാങ്ക് എന്ന് ഞാൻ കരഞ്ഞ്. അന്നേരം എൻ്റെ മോനെന്നോട് പറയും, പേടിക്കേണ്ട, കിട്ടും എന്ന് ഞാൻ സമ്മതിച്ച് ഞാൻ നിന്ന്. പിന്നത്തെ തിങ്കളാഴ്ച വരിക, കാത്ത് നിൽക്കുക അടുത്തത്. അതിലതാ റാങ്ക് 4 റാങ്ക് 2000. എൻ്റെ കരച്ചിലെന്താ ബാധിച്ചോ, ഉമ്മാരെ കരച്ചിലാണല്ലോ, മാതാവിൻ്റെ സങ്കടമാണ്. മക്കൾ വേഗം ആൺകുട്ടികളെ പെട്ടെന്ന് എന്തോ അറിയില്ല
എന്തായാലും എല്ലാം മുങ്ങി ഒന്ന് ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ. എൻ്റെ മോന് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. എങ്ങനെയാണ് ഏത് ഫീൽഡിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ നമ്മളെ രക്ഷിതാക്കൾക്ക് വിഷമം തന്നെ. ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മകനെ ഒരു ഡോക്ടറാക്കിയതിൻ്റെ പിന്നീടുണ്ടായ കഷ്ടപ്പാട് നിങ്ങളെ അറിയിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഡോക്ടേഴ്സ് ഡേൻ്റെ അന്നാണല്ലോ പറയേണ്ടത്. കുറേ പേർക്ക് എൻ്റെ മോനെ അറിയാത്തവരും കാണാത്തവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ KMCTയിലാണ് നിൽക്കുന്നത്. KMCTയിൽ ഇനി ആകെ ഒരു മാസം കൂടിയേ ഉള്ളൂ. സെപ്റ്റംബർ 12 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി സെപ്റ്റംബർ 13 PSC ചേരണ്ട്. അതൊരു വിജ്ഞാപനം അവരിറക്കും. വിജ്ഞാപനം അനുസരിച്ചാണ് നമ്മൾ പിന്നെ ചേരണ്ട്. പിന്നെ SRship ഉണ്ട്, അതിന് കുറച്ച് ഇടവേള ഉണ്ടാവും അല്ലേ? അത് KMCTക്കാരെ വിളിക്കുന്നത് മാതിരി പോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങളടുത്ത് തന്നെ എത്താനായി. എനിക്ക് 2 ആൺകുട്ടികളിൽ ഞങ്ങൾ 2 പേരും ഇങ്ങനെ. അനിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനിയന് മൂത്ത മോൻ ഡോക്ടറാക്കുമ്പോൾ ചെറിയ മകനെ ഞാൻ പലതും ചിന്തിച്ചിട്ട് മോൻ ഒന്നിനും പോകാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ നേഴ്സിംഗ് അങ്ങ് ആക്കുക, നേഴ്സിംഗ് പഠിപ്പിക്കാമെന്ന്. അങ്ങനെ എന്തോ എൻ്റെ ആഗ്രഹത്തിൽ എൻ്റെ 2 മക്കൾ നിന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേഴ്സായി ഇപ്പോൾ പിന്നെ ദുബായിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുകയാണ്. BSc നേഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം എമർജൻസി നേഴ്സിങ്ങോ എമർജൻസി മെഡിസിൻ കഴിഞ്ഞ് എന്തോ നല്ല ഗവൺമെൻറ് ജോലി കിട്ടി. ഇപ്പോൾ ഗൾഫിലുള്ളത്. മോനിപ്പോൾ ഞങ്ങളടുത്തുണ്ട്, PSc ചേരും. പിന്നെ PGൻ്റെ എൻട്രൻസിൻ്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വിജ്ഞാപനം വന്ന് PSCൻ്റെ. അങ്ങനെ കൊടുത്തു. പിന്നെ ഈ ഒരു പ്രിപ്പയർ ചെയ്തതുണ്ടല്ലോ, മണ്ടയിലുണ്ടല്ലോ. അങ്ങനെ PSc എഴുതി വേഗം കിട്ടി ചെയ്തു. ഫസ്റ്റ് ചാൻസ് എല്ലാം കിട്ടി അല്ലേ? പിന്നെ വേഗമൊന്നും വിളിക്കുന്നു കരുതിയില്ല അല്ലേ? അതും പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു, ചേരലും കഴിഞ്ഞു. അപ്പോൾ PG സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട്. തുടക്കമായിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ 2 മക്കളും ഇന്ന് ഒരു വിഷമമില്ലാണ്ട് ഇതുവരെയുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ ഡോക്ടറുമായി, ഒരാൾ നേഴ്സുമായി സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുടുംബകാര്യം അങ്ങനെ PG ഇപ്പം കഴിയുകയാണല്ലോ. മറ്റേത് ചേർന്നിട്ട് ലീവ് എടുത്തല്ലോ PSc. ഇപ്പം ഇനിയിപ്പം PG കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പരിപാടി എന്താണെന്ന് വെച്ചാൽ PSCയിലേക്ക് ചേരാൻ പോവുകയാണ്. SRship കിട്ടുന്നത് വരെ. ഇപ്പം ജോയിൻ ചെയ്തത് അപ്പപ്പാറ ഫാമിലി ഹെൽത്ത് സെൻ്ററിലാണ്. അത് വയനാട് ജില്ലയിൽ തന്നെയാണ്, ഞങ്ങളെ ജില്ലയിൽ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അത് അവിടെ കിട്ടിക്കോളണമെന്നില്ല. അതെ. ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തു. ഇപ്പോൾ PG പഠിക്കുന്നതുകൊണ്ട് സർക്കാർ നിന്ന് ഇത് NOC വാങ്ങി PG പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ സെപ്റ്റംബർ 12 വരെ എൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ രേഖയുണ്ട്. ഞാൻ 12-ാം തീയതി കഴിഞ്ഞാൽ തിരിച്ച് എന്നെ അവർ വിളിക്കും. അപ്പോൾ ഞാൻ തിരിച്ചെന്ത് ചെയ്യണം, പിന്നെ ജോയിൻ ചെയ്യണം. പക്ഷേ ഞാൻ ആദ്യം ജോയിൻ ചെയ്ത സ്ഥലത്തായിരിക്കില്ല പോസ്റ്റ് ചെയ്യണം. കാരണം എവിടെയാണോ ഒഴിവ് അതനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. പിന്നെ അതൊരു ലെറ്ററായിട്ട് അവർ വിജ്ഞാപനമായിട്ട് അവർ ഇറക്കും ആ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് എൻ്റെ മൂത്ത മോൻ്റെ കഥകൾ. ചെറിയ മോൻ്റെതും പറഞ്ഞല്ലോ. ഇനി കുടുംബകാര്യം പറയട്ടെ. കല്യാണം കഴിഞ്ഞു. മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി അല്ലേ? ആക്ച്വലി 5 വർഷം കഴിഞ്ഞു. MBBS കഴിഞ്ഞ പാടെ 2021 കല്യാണം. അപ്പോൾ പിന്നീട് ഇവർക്ക് PG എടുക്കണം എന്നാ. അങ്ങനെ 2 പേരും. ഭാര്യ കോഴിക്കോടുകാരിയാണ്, മോഴിക്കക്കാരിയാണ്. പേര് മിലേന കമാൽ. ഇപ്പം PG കഴിഞ്ഞു, MD ആയി. ഏതായിരുന്നു എടുത്തത്? ഞങ്ങൾ MD അല്ല, ഞങ്ങള് സർജറി ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ പറയാ? അവള് MS OBG എന്ന് പറയാ. OBG എന്ന് പറഞ്ഞാല് എല്ലാവർക്കും OBG ഗൈനക്കോളജി, പ്രസവവും ഗൈനക്കോളജി വിഭാഗം. MD ഇപ്പോൾ SRship കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതോടെ ഇന്ന് കിട്ടിയിട്ടില്ല. മോളെ എനിക്ക് കിട്ടിയില്ല, അവിടെ തിരക്കാണ്. അതുകൊണ്ട് മോൻ്റെ കുട്ടികളില്ല. ഇപ്പോൾ പഠനം കഴിയട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ചെറിയ മോന് ഞാൻ പറഞ്ഞല്ലോ ദുബായിൽ, അവനക്കിപ്പോൾ ചെറിയ മോന് ഒരു കുട്ടിയായി. അങ്ങനെയാണ് ഞങ്ങളെ കുടുംബവും ഞങ്ങളെ ഡോക്ടറുടെ പിന്നിലുള്ള കഥകളും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും സന്തോഷവും ഒക്കെ ഞങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നെപ്പോലെ കുറേ ഉമ്മമാരുണ്ടാവും, അമ്മമാരുണ്ടാവും. ഞാൻ അനുഭവിച്ച വേദന ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുക ഉറപ്പായിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോയ സമയത്തായിരിക്കും.
അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.